ഹലോ സ്റ്റുഡൻസ്, പ്ലസ് വണ്ണിലെ പുതിയ സ്കീമായ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആദ്യത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പുഫി, ട്രെവർ നോഹയുടെ പുഫി എന്ന പാഠം നമുക്ക് തുടങ്ങാം. A month after we moved to Eden Park, my mother brought home two cats, black cats, beautiful creatures. In a black neighborhood, you wouldn't dare own a cat, especially a black cat. എ മന്ത് ആഫ്റ്റർ വി മൂവ് ടു ഈഡൻ പാർക്ക്, ഈഡൻ പാർക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്തതിന് ശേഷം ഒരു മാസമായുള്ളൂ. ഒരു മാസം നമ്മൾ മൂവ് ചെയ്തിട്ട് ഒരു മാസമായി. അപ്പോഴത്തേക്കും മൈ മദർ ബ്രോട്ട് ഹോം ടു ക്യാറ്റ്സ്, രണ്ട് പൂച്ചക്കുട്ടികളെ എൻ്റെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നു. രണ്ട് പൂച്ചകളെ അമ്മ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബ്ലാക്ക് ക്യാറ്റ്സ്, അവ എങ്ങനെയുള്ളതായിരുന്നു? അതിൻ്റെ കളറ് ബ്ലാക്ക് കളറുള്ള പൂച്ചകളായിരുന്നു. ബ്യൂട്ടിഫുൾ ക്രീച്ചേഴ്സ്, ഈ ബ്ലാക്ക് പൂച്ചകളെ കാണാൻ വളരെ മനോഹരമായിരുന്നു. അപ്പം നമ്മൾ ഏദൻ ഗാർഡനിലേക്ക് മാറിയതിന് ശേഷം, ഏദൻ പാർക്കിലേക്ക് മാറിയതിന് ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ എന്ത് ചെയ്തു? രണ്ട് പൂച്ചകളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അത് വളരെ മനോഹരമായ ജീവികളായിരുന്നു. അതായത് രണ്ട് ബ്ലാക്ക് ക്യാറ്റ്സ് ആയിരുന്നു. ഇൻ എ ബ്ലാക്ക് നെയ്ബർഹുഡ് യു വുഡ്ന്റ് ഡെയർ ഓൺ എ ക്യാറ്റ്, എസ്പെഷ്യലി എ ബ്ലാക്ക് ക്യാറ്റ്. സാധാരണഗതിയിൽ ബ്ലാക്ക് നെയ്ബർഹുഡ് എന്ന് പറയുന്നത് അതായത് ആഫ്രിക്കൻ കേട്ടില്ലേ, ബ്ലാക്ക് ആൾക്കാർ, കറുത്ത വർഗ്ഗക്കാർ കൂടുതലായിട്ട് താമസിക്കുന്നതാണ് ബ്ലാക്ക് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. അവിടെ എന്ന് പറയുന്നത് ഈ വുഡിൻഡ് ഡെയർ ഓൺ എ ക്യാറ്റ്, ഒരു ക്യാറ്റിനെ വളർത്താൻ അവർ സമ്മതിക്കത്തില്ല. നമുക്ക് ആർക്കും ഒരു ധൈര്യം ഉണ്ടാവത്തില്ല ക്യാറ്റിനെ വളർത്താൻ. കാരണം പ്രത്യേകിച്ച് എന്ന് പറയുന്നത് എസ്പെഷ്യലി ബ്ലാക്ക് ക്യാറ്റ്, പ്രത്യേകിച്ച് ഒരു കറുത്ത പൂച്ചയെ. കാരണം അവർ ഈ അന്ധവിശ്വാസങ്ങൾ കൂടുതലുള്ള ആൾക്കാരാണ്. അന്നേരം അവിടെ നമുക്ക് ഒരു പൂച്ചയെ വളർത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു കറുത്ത പൂച്ചയെ, കറുത്ത നിറമുള്ള പൂച്ചയെ വളർത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ദാറ്റ് വുഡ് ബി ലൈക്ക് ബിയറിങ് എ സൈൻ ദാറ്റ് സെഡ് ഹലോ ഐ ആം എ വിച്ച്. അതെന്ന് പറയുന്നത് ഒരു കറുത്ത പൂച്ചയെ വളർത്തി കഴിഞ്ഞാൽ സൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ ആം എ വിച്ച് എന്നാണ്. ഹലോ ഐ ആം എ വിച്ച് എന്നാണ് അവർ കരുതിയിരുന്നത്. വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. അപ്പം നമ്മളെ വളരെ മോശമായ അന്ധവിശ്വാസങ്ങൾ കുടുങ്ങി കിടക്കുന്ന നല്ല ദുർമന്ത്രവാദിനികൾ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. അങ്ങനെയാണ് കരുതപ്പെടുന്നത്. സിൻസ് we had moved to a colored neighborhood, my mom thought the cats would be okay. അപ്പോൾ നമ്മൾ ഈ കളേർഡ് നെയ്ബർഹുഡിലേക്ക്, അതായത് കൂടുതലും വെളുത്ത അല്ലെങ്കിൽ മിക്സഡ് ആയി കിടക്കുന്ന ആൾക്കാരുള്ളതാണ് കളേർഡ് നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ. മിക്സഡായി താമസിക്കുന്ന ആൾക്കാരുള്ള ഭാഗത്തേക്ക് നമ്മൾ താമസം മാറിയപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു ഇപ്പോൾ എന്തായിരിക്കും, ഓക്കെ ആയിരിക്കും. കാരണം ഇവിടെ ക്യാറ്റ്സിനൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല, അതിനുള്ളിൽ നമുക്ക് ക്യാറ്റ്സിനെ വളർത്താം. അങ്ങനെയാണ് അമ്മ രണ്ട് ക്യാറ്റ്സിനെ കൊണ്ടുവരുന്നത്. വൺസ് ദേ വെർ ഗ്രോൺ, അവർ വളർന്നപ്പോൾ വി ലെറ്റ് ദം ഔട്ട് ഡ്യൂറിങ് ദി ഡേ ടു റോം ദി നെയ്ബർഹുഡ്. നമ്മൾ എന്ത് ചെയ്തു? അവരെ നെയ്ബർഹുഡിലേക്ക്, അതായത് തൊട്ടടുത്തൊക്കെ മുറ്റത്തും അവിടെ നെയ്ബർഹുഡിലൊക്കെ അവരെന്ത് ചെയ്തു? നമ്മൾ അനുവദിച്ചു, പോയി ഒന്ന് കറങ്ങി. പൂച്ചകളെ എപ്പോഴും വീട്ടിനകത്തിട്ട് നമുക്ക് വളർത്താൻ പറ്റില്ലല്ലോ. അവർ മുറ്റത്തൊക്കെ ചാടി കളിച്ച് അടുത്തുള്ള വീടുകളിലൊക്കെ അവർ പോയിട്ട് വരും. അങ്ങനെ നമ്മൾ അനുവദിച്ചു. പോയിട്ട് വരുമായിരുന്നു. ദെൻ വൺ ഈവനിങ് വി കെയിം ഹോം ടു ഫൈൻഡ് സംതിങ് ട്രബിൾ ഹാഡ് ഹാപ്പൻഡ്. ഒരു ദിവസം വൈകുന്നേരത്ത് വി കെയിം ഹോം, നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ടു ഫൈൻഡ് സംതിങ് ട്രബിൾ ഹാഡ് ഹാപ്പൻഡ്, എന്തോ വലിയൊരു കുഴപ്പം, എന്തോ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടു എന്താണ് ഭയാനകമായ, അല്ലെങ്കിൽ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിച്ചിരിക്കുന്നു. ബോത്ത് ദി കാറ്റ്സ് ഹാഡ് ബീൻ കിൽഡ്. എന്താണ് സംഭവം? രണ്ട് പൂച്ചകളെയും കൊന്നിരിക്കുന്നു. ബോത്ത് ദി കാറ്റ്സ് ഹാഡ് ബീൻ കിൽഡ് ഓൺ അവർ ഫ്രണ്ട് വാൾ. സമ്മൺ ഹാഡ് റിട്ടൺ ഇൻ ആഫ്രിക്കൻസ് ഹെക്സ്. ആഫ്രിക്കൻ ലാംഗ്വേജിൽ ആരോ എന്നിട്ട് നമ്മുടെ മതിലിൽ വാളിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്താണ്? വിച്ച്. അതായത് ഹെക്സ് മീൻസ് വിച്ച്. ആഫ്റ്റർ ദി കാറ്റ്സ് വെർ കിൽഡ് വി ടുക്ക് എ ബ്രേക്ക് ഫ്രം പെറ്റ്സ് ഫോർ എവർ. കുറേ നാളത്തേക്ക്, ഈ പൂച്ചകളെ കൊന്നതിന് ശേഷം കുറേ നാളത്തേക്ക് നമ്മൾ പെറ്റ്സിനെ ഒന്നും വളർത്തിയിരുന്നില്ല. ആൾമോസ്റ്റ് എവരി ബ്ലാക്ക് ഫാമിലി ഐ ന്യൂ ഹാഡ് എ ഡോഗ്. അതായത് എനിക്കറിയാം പല ആഫ്രിക്കൻ പല നമ്മുടെ ബ്ലാക്ക് ഫാമിലിയിലും കറുത്ത വർഗ്ഗക്കാരുടെ ഒരു ഡോഗിനെ വളർത്തുമായിരുന്നു. ആ കാര്യം എനിക്കറിയാം. നോ മാറ്റർ ഹൗ പുവർ
യു ഹാഡ് എ ഡോഗ്. നിങ്ങൾ പാവമാണോ പണക്കാരാണോ പാവപ്പെട്ടവരാണോ എന്നുള്ള മാറ്ററില്ല, അവരൊരു ഡോഗിനെ വളർത്തുമായിരുന്നു. വൈറ്റ് പീപ്പിൾ ട്രീറ്റ് ഡോഗ്സ് ലൈക്ക് ചിൽഡ്രൻ ഓർ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി. വൈറ്റ് പീപ്പിൾ ആണെങ്കിലോ ഈ ഡോഗ്സിനെ എന്ന് പറയുന്നത് അവരൊരു ചിൽഡ്രൻ, അവർ കുട്ടിയായിട്ടോ അല്ലെങ്കിൽ മക്കളായിട്ടോ അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി അങ്ങനെ രീതിയിൽ അവർ പരിഗണിച്ചിരുന്നു, കരുതി ആണ് വളർത്തിയിരുന്നത്. അതായത് വളരെ നല്ല രീതിയിലാണ് അവർ വളർത്തിയിരുന്നത്. ബ്ലാക്ക് പീപ്പിൾസ് ഡോഗ്സ് ആർ മോർ ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് പുവർ മാൻസ് അലാം സിസ്റ്റം. You buy a dog and you keep it out in the yard. Black people name dogs by their traits. If it has stripes, you call it tiger. If it's vicious, you call it danger. If it has spots, you call it spotty. അപ്പം ബ്ലാക്ക് പീപ്പിൾ എന്ന് പറയുന്നത് ഡോഗ്സിന് പേരിടുന്നതെന്ന് വെച്ചാൽ അവരുടെ ട്രൈറ്റ്സ് നോക്കിയിട്ടാണ്, അവരുടെ സ്വഭാവ സവിശേഷതകളും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കിയിട്ടാണ് ഇടുന്നത്. ഇപ്പോൾ ഇറ്റ് ഹാസ് സ്ട്രൈപ്സ്, ഇതിന് സ്ട്രൈപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടൈഗർ എന്ന് വിളിക്കും. വിഷ്യസ് ആണെങ്കിൽ അതിന് ഫേസ് കണ്ടിട്ട് വിഷ്യസിലാണെങ്കിൽ യു കോൾ ഇറ്റ് ഡേഞ്ചർ, അതിനെ ഡേഞ്ചർ എന്ന് വിളിക്കും. ഇഫ് ഇറ്റ് ഹാസ് സ്പോട്ട് ഉണ്ടെങ്കിൽ, ഇതിന് സ്പോട്ടുകളുണ്ടെങ്കിൽ യു കോൾ ഇറ്റ് സ്പോട്ടി എന്ന് വിളിക്കും. നമ്മൾ സ്പോട്ടി എന്ന് അതിനെ വിളിക്കും. അതായത് ബ്ലാക്ക് പീപ്പിൾ വിൽ കോൾ ദം സ്പോട്ടി. വൺ ഡേ സം ലേഡി അറ്റ് മൈ മോംസ് വർക്ക് ഓഫേർഡ് us 2 puppies. Mom brought them home and I was the happiest child. അപ്പോൾ അമ്മ 2 ഡോഗിനെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഓദർ പറയാണ്, ഞാനായിരുന്നു അപ്പോൾ ഹാപ്പിയസ്റ്റ് കിഡ് ഓൺ ദി എർത്ത്. ഈ എർത്തിലുള്ള ഭൂമിയിലുള്ള ഒരു ഹാപ്പിയസ്റ്റ് കിഡ് ഞാനായതായിട്ട് അദ്ദേഹത്തിന് തോന്നി. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഈ പപ്പിയും അല്ലെങ്കിൽ പട്ടുകുട്ടിയായാലും എല്ലാം വളരെ ഇഷ്ടമാണ് അവർക്ക്. അതുകൊണ്ട് ആണ് അദ്ദേഹത്തിന് തോന്നിയത് ഈ പട്ടുകുട്ടികളെ കണ്ടപ്പോൾ കൂടെ കളിക്കുവാനും ഒക്കെ ഒരു 2 പെറ്റ് ഡോഗിനെ കിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം വിചാരിച്ചു അദ്ദേഹമാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഹാപ്പിയസ്റ്റായ കിഡെന്ന് കരുതി. ഷീ നെയ്മഡ് ദെൻ പുഫി ആൻഡ് പാന്തർ. ഷീ നെയ്മഡ്, അവർ എന്ത് ചെയ്തു, അവരുടെ നെയ്മഡ് ദം, അവർക്ക് പേര് നൽകി. ആരാണ്? നമ്മുടെ ഓദറിൻ്റെ അമ്മ അവർക്ക് പേര് നൽകിയത് ഫുഫി ആൻഡ് പാന്തർ എന്നായിരുന്നു. ഫുഫി, ഐ ഡോണ്ട് നോ വേർ ഹർ നെയിം കെയിം ഫ്രം. എവിടെ നിന്നാണ് എങ്ങനെയാണ് ആ ഫുഫിക്ക് പേരിട്ടതെന്ന് എനിക്കറിയില്ല. പാന്തർ ഹാഡ് എ പിങ്ക് നോസ്. പാന്തറിനുണ്ടായിരുന്ന എന്താണ്, ഒരു നോസ്, പാന്തറിൻ്റെ നോസ് ഒരു പിങ്ക് കളറായിരുന്നു. സോ ഷി വാസ് എ പിങ്ക് പാന്തർ ആൻഡ് ഇവൻച്വലി ജസ്റ്റ് പാന്തർ. അവൾ ആദ്യം ഇട്ടത് പിങ്ക് പാന്തറിനായിരുന്നു, അവസാനം എന്ത് ചെയ്തു, അത് പാന്തറായി മാറി, പാന്തർ എന്ന് വിളിച്ചിരുന്നു. They were 2 sisters who loved and hated each other. They would look out for each other. They would also fight all the time. It was a strange relationship. അപ്പം അവർ എങ്ങനെയായിരുന്നു, 2 സിസ്റ്റർ എങ്ങനെയാണ്, നമ്മുടെ സിബ്ലിങ്സിനെ പോലെയായിരുന്നു, സിസ്റ്ററായിരുന്നു അവർ. കാരണം അവർ ഇടയ്ക്കിടയ്ക്ക് സ്നേഹിക്കും, ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടും, പിന്നെ ഇടയ്ക്ക് എന്ത് ചെയ്യും, they would fight, അവർ ഫൈറ്റ് ചെയ്യും ചില സമയത്ത്. എന്നിരുന്നാലും അവർ വളരെ സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇറ്റ് വാസ് എ സ്ട്രേഞ്ച് റിലേഷൻഷിപ്പ്. ഇതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. ബിക്കോസ് അവർ തമ്മിൽ വഴക്ക് കൂടുകയായിരുന്നെങ്കിലും പിണങ്ങിയിരുന്നെങ്കിലും അവരെന്ത് ചെയ്യുന്നു, വളരെയധികം സ്നേഹിച്ചാണ് കഴിഞ്ഞു പോന്നിരുന്നത്. പാന്തർ വാസ് മൈ മോംസ് ഡോഗ്, പുഫി വാസ് മൈൻ. പാന്തർ എൻ്റെ അമ്മയുടെ ഡോഗും പുഫി എൻ്റേതുമായിരുന്നു. പുഫി വാസ് ബ്യൂട്ടിഫുൾ. പുഫി എന്ന് പറയുന്നത് വളരെ സുന്ദരിയായിരുന്നു. ക്ലീൻ ലൈൻസ്, ഹാപ്പി ഫേസ്. എപ്പോൾ നോക്കിയാലും പുഫി നല്ല ഹാപ്പിയസ്റ്റ് മൂഡായിരിക്കും, അത് ഹാപ്പി ഫേസ് ആയിരിക്കും പുഫിക്കുള്ളത്. ഷീ ലുക്ക് ലൈക്ക് എ പെർഫെക്റ്റ് ബുൾ ടെറിയർ. ബുൾ ടെറിയർ എന്ന് പറയുന്ന ബ്രീഡ് ഡോഗാണ്, കണ്ടില്ലേ, ഒരു ബ്രീഡ് ഡോഗ്. അതുപോലെ ആണ് അവിടെ കണ്ടിരുന്നത്. അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നും. പാന്തർ കെയിം ഔട്ട് വിയേർഡ് ആൻഡ് സ്ക്രൂഫി ലുക്കിംഗ്. പാന്തറിനെ കണ്ടു കഴിഞ്ഞാൽ വിയേർഡ്, ഒരു വൃത്തി ഇല്ലാത്ത വൃത്തിഹീനമായ വിയേർഡും പിന്നെന്തായിരുന്നു, സ്ക്രൂഫി ലുക്കിംഗ് ആയിരുന്നു. അത് വൃത്തിഹീനമായതും വിചിത്രവും ഒക്കെ ആയ ഒരു ലുക്കിംഗ് ആയിരുന്നു നമ്മുടെ പാന്തറിനുണ്ടായിരുന്നത്. പാന്തർ വാസ് സ്മാർട്ട് വേറെസ് പുഫി വാസ് ഡം. പാന്തർ എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ആണെങ്കിലും പാന്തർ നല്ല സ്മാർട്ടായിരുന്നു, എന്നാൽ പുഫി എന്ന് പറയുന്നത് നമ്മൾ സ്മാർട്ടൊന്നും ആയിരുന്നില്ല. അറ്റ്ലീസ്റ്റ് വി ഓൾവേസ് തോട്ട് ഷി വാസ് ഡംബ്. അതത് മണ്ടിയാണെന്നാണ്, അല്ലെങ്കിൽ സ്മാർട്ടല്ലാത്ത ഒന്നും മിണ്ടാത്ത അല്ലെങ്കിൽ മണ്ടിയാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. വെന്നെവർ വി കോൾഡ് ഹെർ, നമ്മൾ എപ്പോഴെല്ലാം അവളെ വിളിക്കുന്നുവോ, ഈ പുഫിയെ നമ്മൾ വിളിക്കുമ്പോൾ പാന്തർ വുഡ്
കം റൈറ്റ് അവേ. നേരെ ആരാ വരുന്നത്? പെട്ടെന്ന് പാന്തർ തന്നെ വിളി കേട്ടിട്ട് വരും. ബട്ട് പുഫി വുഡിൻ ഡു എനിത്തിങ്. പുഫി എന്നാൽ ഒന്നും അനങ്ങാതെ അവിടെ തന്നെ എവിടെയാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് അവിടെ നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്മാർട്ട് ആയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ പാന്തർ എന്ത് ചെയ്തിരുന്നു? പാന്തർ വുഡ് റൺ ബാക്ക് ആൻഡ് ഗെറ്റ് പുഫി ആൻഡ് ദെൻ ദേ ഹാഡ് ബോത്ത് കം. പാന്തർ തിരികെ പോയിട്ട് എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് പുഫിയുടെ അടുത്ത് ചെന്നിട്ട് പുഫിയും വിളിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ പിന്നീട് വരുമായിരുന്നു. ഇതായിരുന്നു പതിവ്. ഐ ടേൺഡ് ഔട്ട് ദാറ്റ് പുഫി വാസ് ഡഫ്. ഇറ്റ് ടേൺഡ് ഔട്ട്, ഇത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ പുഫി എന്ന് പറയുന്നത് ഡഫായിരുന്നു, കേൾക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെവി കേൾക്കില്ല എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയേഴ്സ് ലേറ്റർ പുഫി ഡൈഡ് വെൻ എ ബഗ്ലർ വാസ് ട്രൈങ് ടു ബ്രേക്ക് ഇൻ ടു അവർ ഹൗസ്. വർഷങ്ങൾക്ക് ശേഷം ഒരു കള്ളൻ നമ്മുടെ വീട്, ഒരു മോഷണ ശ്രമത്തിനിടയിൽ ഒരു കള്ളൻ എന്ത് ചെയ്തു? നമ്മുടെ വീട് പൊളിച്ചു കയറാൻ ശ്രമിച്ചു. വീടിനകത്ത് അതിക്രമിച്ച് പൊളിച്ചു കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ആ സമയത്താണ് നമ്മുടെ പുഫി മരിക്കുന്നത്. അപ്പോഴാണ് പുഫി മരിക്കുന്നത്. ഹി പുഷ്ഡ് ദി ഗേറ്റ് ഓവർ ആൻഡ് ഇറ്റ് ഫെൽ ഓൺ ഹെർ ബാക്ക് ആൻഡ് ബ്രോക്ക് ഹെർ സ്പൈൻ. അദ്ദേഹം ഈ കള്ളൻ എന്ത് ചെയ്തു? നമ്മുടെ ഗേറ്റ് തള്ളി തുറക്കുകയും ഈ ഗേറ്റ് വന്ന് വീഴുന്നത് നമ്മുടെ പുഫിയുടെ സ്പൈനിലാണ്. ആ സ്പൈൻ കോളിൽ വീഴുകയും അത് തകർന്നു പോവുകയും ചെയ്യുന്നു. വി ടുക്ക് ഹെർ ടു ദി വെറ്റ് ആൻഡ് ഷീ ഹാഡ് ടു ബി പുട്ട് ഡൗൺ. നമ്മൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, വെറ്റിനറി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഇതിനെന്ത് ചെയ്യേണ്ടി വന്നു? നമ്മൾ പുട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു പറഞ്ഞാൽ ഇവിടെ നമ്മൾ ദയാവധം എന്നൊക്കെ പറയുന്നത് നിനക്ക് കൊല്ലേണ്ടി വന്നു. കാരണം ഇനി അത് കിടക്കാൻ പറ്റില്ല, എൻ്റെ സ്പൈൻ പോയി. അപ്പം ആഫ്റ്റർ എക്സാമിനിങ് ഹെയർ, അപ്പം അവിടെ പരിശോധിച്ചതിന് ശേഷം ദി വെറ്റ് കെയിം ഓവർ ആൻഡ് ഗവ് ദി ന്യൂസ്. ദി വെറ്ററിനറി ഡോക്ടർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മോട് പറഞ്ഞു, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച് ഫോർ യുവർ ഫാമിലി ലിവിങ് വിത്ത് എ ഡോഗ് ദാറ്റ് വാസ് ഡഫ്, ഹി സെഡ്. അദ്ദേഹം പറയാം, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ സ്ട്രേഞ്ച്, ഇത് വളരെ സ്ട്രേഞ്ച് ആയിരിക്കുന്നു. കാരണം ഇങ്ങനെ ചെവി കേൾക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്ത ഡോഗിനെ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നു നിങ്ങളെ ഫാമിലി എന്ന് ഓർക്കുമ്പോൾ വളരെ എന്ന് കാണുമ്പോൾ തന്നെ വളരെ സ്ട്രേഞ്ച് ആയ ഒരു കാര്യമാണല്ലോ. അപ്പം നമ്മൾ ചോദിച്ചു, വാട്ട് യു ഡോണ്ട് നോ, യു ഡിഡിൻ നോ, നിങ്ങൾ അറിഞ്ഞിരുന്നില്ല? യുവർ ഡോഗ് വാസ് ഡഫ്, നിങ്ങളുടെ ഡോഗ് ഡഫായിരുന്നു, ചെവി കേൾക്കാത്തതായിരുന്നു എന്ന് പറഞ്ഞു. നോ, വി തോട്ട് ഇറ്റ് വാസ് സ്റ്റുപ്പിഡ്. നമ്മൾ ചിന്തിച്ചിരുന്നത് എന്താണ്? ഇത് ഒരു സ്റ്റുപ്പിഡായിരുന്നു, വിഡ്ഢിയായിരുന്നു, അതിന് സ്മാർട്ടായിരുന്നില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്, അല്ലാതെ ഡഫായിരുന്നു കരുതിയിരുന്നില്ല. ദാറ്റ്സ് വെൻ വി റിയലൈസ്ഡ് ദെയർ ഹോൾ ലീവ്സ് the one dog had been telling the other dog what to do somehow. The smart hearing one was helping the dodgy deaf one. അപ്പം അതിൻ്റെ ജീവിതത്തിന് മൊത്തം എന്താ ചെയ്തിരുന്നത്? നമുക്ക് സ്മാർട്ടായ ഈ ഡോഗായിരുന്നു അതിനെ ഇത്രയും നാളും ഇവിടെ വളർത്തിക്കൊണ്ട് വന്നിരുന്നത്, അതിനെ സഹായിച്ചിരുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ ഈ സ്മാർട്ട് ഹിയറിംഗ് ഡോഗ് എന്ത് ചെയ്തു? മറ്റ് ഡോഗിനെ കൂടി ഞങ്ങൾ സഹായിക്കുകയായിരുന്നു. പുഫി വാസ് ദി ലവ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതാണ് പുഫിയാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പുഫി എൻ്റെ ജീവിതത്തിലൊരു സ്നേഹമായിരുന്നു. അതായത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ബ്യൂട്ടിഫുൾ ബട്ട് സ്റ്റുപ്പിഡ്. വളരെ സുന്ദരിയായിരുന്നു, വളരെ മനോഹരിയായിരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, പക്ഷേ സ്റ്റുപ്പിഡായിരുന്നു നമ്മുടെ പുഫി എന്ന് പറയുന്നത് എന്നാണ് ഓദർ പറയുന്നത്. ഐ റേസ്ഡ് ഹെർ, ഞാൻ അവളെ വളർത്തിക്കൊണ്ടുവന്നു, ഞാൻ അവളെ വളർത്തി. ഐ പോട്ടി ട്രെയിൻഡ് ഹെർ, ഞാൻ പോട്ടി അറിയാലോ, പോട്ടി അവളെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു? വാഷ്റൂമിൽ പോകാനായാലും എല്ലാ കാര്യങ്ങളും ഞാൻ അവളെ ട്രെയിൻ ചെയ്തെടുത്തു. ഷീ കെപ്റ്റ് ഇൻ മൈ ബെഡ്, ഷീ സ്ലിപ്റ്റ് ഇൻ മൈ ബെഡ്. അവൾ ഉറങ്ങിയിരുന്നത് തന്നെ, അതായത് ഈ പുഫി ഉറങ്ങിയിരുന്നത് എൻ്റെ ബെഡിൽ കൂടിയായിരുന്നു. എ ഡോഗ് ഈസ് എ ഗ്രേറ്റ് തിങ് ഫോർ എ കിഡ് ടു ഹാവ്. ഇറ്റ് ഈസ് ലൈക്ക് എ ബൈസിക്കിൾ ബട്ട് വിത്ത് ഇമോഷൻസ് ഉള്ള ഒരു ബൈസിക്കിൾ പോലെയാണ് ഒരു ഡോഗ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമുള്ള കാര്യമാണ്. പുഫി കുഡ് ഡു ഓൾ സ്പോർട്സ് ഓഫ് ട്രിക്സ്, ഓൾ സോഴ്സ് ഓഫ് ട്രിക്സ്, എല്ലാ തരത്തിലുള്ള ട്രിക്കുകളും അറിയാമായിരുന്നു പുഫിക്ക്. ഷീ കുഡ് ജമ്പ് സൂപ്പർ ഹൈ, നല്ല ഉയരത്തിൽ അവൾ ചാടുമായിരുന്നു. പുഫി കുഡ് ജമ്പ്, അതായത് പുഫിക്ക് നല്ലവണ്ണം ഉയരത്തിൽ ചാടാൻ കഴിയുമായിരുന്നാണ് ഉദ്ദേശിച്ചത് ഇവിടെ ഓദർ. I would hold a piece of food out above my own head and she had leap up and grab it like it was nothing. ഞാൻ എന്ത് ചെയ്യും? ഒരു കഷ്ണം ഫുഡ് എടുത്തിട്ട് എൻ്റെ ബ്രെഡോ എന്തോ ബിസ്ക്കറ്റോ ഫുഡ് എടുത്തിട്ട് എൻ്റെ നേരെ തലയിൽ വയ്ക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്തിരുന്നു? ഷി വുഡ് ലീപ്പ് അപ്പ് ആൻഡ് ഗ്രാബ് ഇറ്റ് ലൈക്ക് ഇറ്റ് വാസ് നത്തിങ്. ഇത് അവൾക്ക് ഒന്നും അല്ല എന്ന രീതിയിൽ അവൾ കുതിച്ച് ചാടിയിട്ട് എന്ത് ചെയ്യും? ഇതവിടെ നിന്ന് എടുക്കുമായിരുന്നു. ഈ സോഷ്യൽ മീഡിയ വാസ് അറൗണ്ട് ദ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്ന് കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മുടെ പുഫി വുഡ് ഹാവ് ബീൻ എ സ്റ്റാർ. പുഫി ആരാകുമായിരുന്നു?
ഒരു സ്റ്റാറായി തീർന്നതിനെ. പുഫി വാസ് ലിറ്റിൽ റാസ്കൽ, വളരെ കുരുത്തക്കെട്ട ഒരു പുഫി ഒരു റാസ്കലായിരുന്നു, ഒരു കുരുത്തക്കെട്ടൊക്കെ ആയിരുന്നു. ഇത് കൂടാതെ കാരണം ഡ്യൂറിങ് ദി ഡേ വി കെപ്റ്റ് ദി ഡോഗ്സ് ഇൻ ദി ബാക്ക് യാർഡ് വിച്ച് വാസ് എൻക്ലോസ്ഡ് ബൈ എ വാൾ അറ്റ്ലീസ്റ്റ് 5 feet. അവിടെ ഏകദേശം 5 അടി ഉയരമുള്ള മതിലായിരുന്നു ബാക്ക് സൈഡ് ഉണ്ടായിരുന്നത്, വീടിൻ്റെ ബാക്ക് സൈഡ് ഉണ്ടായിരുന്നത്. അവിടെയായിരുന്നു നമ്മൾ പകൽ സമയത്ത് ഈ 2 ഡോഗ്സിനെ സൂക്ഷിച്ചിരുന്നത്. After a while, every day we had come home and Puffy would be sitting outside the gate waiting for us. എന്നും നമ്മൾ വരുമ്പോഴത്തേക്ക് പുഫി എന്ത് ചെയ്യും, ഗേറ്റിൻ്റെ പുറത്തെ സൈഡ് നമ്മളെ കാത്തിരിക്കാറുണ്ടായിരുന്നു. വി വെർ ഓൾവേസ് കൺഫ്യൂസ്ഡ്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ കൺഫ്യൂസ്ഡ് ആകുമായിരുന്നു. ബിക്കോസ് നമ്മൾ മതിലിനകത്തായിരുന്നു, വീടിൻ്റെ ബാക്ക് വശത്ത് അവിടെ മതിലുണ്ട്, അവിടെയായിരുന്നു ഇവർ നിന്നിരുന്നത്. പക്ഷേ ഇവർ എങ്ങനെ ഇത് പുറത്തു വന്നു എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു. വാസ് സമ്മൺ ഓപ്പണിങ് ദി ഗേറ്റ്, ആരെങ്കിലും ഗേറ്റ് ഓപ്പൺ ചെയ്താണോ അത് പുറത്തു വന്നത്, വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്താണെന്ന് അറിയാതെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഇറ്റ് നെവർ occurred to us that she would actually scale a 5-foot wall. But that was exactly what was happening. Every morning Puffy would wait for us to leave, jump over the wall and go to roaming around the neighborhood. എന്നും നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് പുഫി കാത്തിരിക്കാറുണ്ടായിരുന്നു. ഞാനും മാമും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാത്ത് പുഫി ഇരിക്കാറുണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 അടി ഉയരമുള്ള മതിൽ ചാടി പുഫി അയൽവക്കത്ത്, അതായത് നെയ്ബർഹുഡിലൊക്കെ കറങ്ങാൻ പോകുമായിരുന്നു. ഇതായിരുന്നു പതിവ്. അങ്ങനെയാണ് പുഫി വൈകുന്നേരമാകുമ്പോൾ ഗേറ്റിന് പുറത്ത് നമ്മളെ കാത്തിരിക്കാറുണ്ടായിരുന്നത്. ഐ കോട്ട് ഹർ വൺ ഡേ വെൻ ഐ വാസ് ഹോം ഫോർ ദ സ്കൂൾ ഹോളിഡേയ്സ്. ഒരു ദിവസം ഞാൻ സ്കൂൾ അവധി ദിവസം ഞാൻ സ്കൂളിൽ പോയില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മൈ മോം ഹാഡ് ലെഫ്റ്റ് ഫോർ വർക്ക് ആൻഡ് ഐ വാസ് ഇൻ ദി ലിവിങ് റൂം. ഞാൻ ലിവിങ് റൂമിൽ ഇരിക്കുമായിരുന്നു. അപ്പം എൻ്റെ മദർ, അതായത് അന്ന് ഞാൻ സ്കൂളിൽ പോയില്ല, മദർ പക്ഷേ വർക്കിന് പോയി, ജോലിക്ക് പോയി. ആ സമയത്ത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. Puffy didn't know I was there. She thought I was gone because the car was gone. പുഫിക്ക് അറിയില്ലായിരുന്നു ഞാനവിടെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം പുഫിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ മദറായിരുന്നു പോയത്. മദറിൻ്റെ നമ്മൾ കാറ് പോകുന്നു, ആ സൗണ്ട് കേട്ടപോലെ കാറ് പോയപ്പോഴത്തേക്ക് പുഫി എന്ത് ചെയ്തു, ഞാൻ അന്നേരത്തേക്ക് ആ കാറ് പോയി. അപ്പം ഐ ഹേർഡ് പാന്തർ വാർക്കിംഗ് ഇൻ ദി ബാക്ക് യാർഡ്. ഞാൻ കേട്ടത് എന്താണ്, പാന്തർ എന്ത് ചെയ്തു, ബാക്ക് സൈഡിൽ നല്ലോണം ബാർക്ക് ചെയ്യുന്നുണ്ട്, കുരയ്ക്കുന്നുണ്ട്, അത് ഞാൻ കേട്ടു. അപ്പം നമ്മുടെ പുഫി അവിടെ ഷീ ഹാഡ് ജംപ്ഡ് സ്കാമ്പേർഡ് അപ്പ് ദി ലാസ്റ്റ് കപ്പിൾ ഓഫ് ഫീറ്റ് ആൻഡ് ദെൻ ഷീ വാസ് ഗോൺ. അങ്ങനെ ചാടി കടന്ന് മതിലിൻ്റെ മുകളിൽ കൂടെ നല്ല വേഗത്തിൽ മതിൽ ചാടി ഇവിടത്തേക്ക് പോയിരിക്കും. ഈ പാഠത്തിൻ്റെ ബാലൻസ് നെക്സ്റ്റ് പാർട്ടിൽ കേൾക്കാം.